തിരുവനന്തപുരം നഗരസഭയുടെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ വിപ്ലവകരമായ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മേയർ വി രാജേഷ്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നഗരസഭ KSRTCക്ക് കൈമാറിയ 113 ഇലക്ട്രിക് ബസ്സുകൾ ഇനി തിരുവനന്തപുരം നഗരപരിധിക്കുള്ളിൽ തന്നെ സർവീസ് നടത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കഴിവുള്ള ഒരു മേയർ ഉണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിനെ വിറപ്പിച്ച നിയമത്തിന്റെ വരുതിയിൽ നടത്തും. ഇപ്പോൾ തലസ്ഥാനത്തെ BJP മേയർ സംസ്ഥാന സർക്കാരിനെതിരെ കൂറ്റൻ പ്രഹരം നടത്തിയിരിക്കുകയാണ്. കോർപ്പറേഷന്റെ കാശ് കൊടുത്തു വാങ്ങിയ 113 ഇലക്ട്രിക് ബസ്സുകൾ ഇനി മുതൽ തലസ്ഥാന നഗരത്തിൽ മാത്രം ഓടിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. തലസ്ഥാനത്തെ ജനങ്ങളുടെ നികുതി പണം കൊടുത്തു വാങ്ങിയ ഈ ബസ്സുകൾ KSRTCക്ക് വരുമാനമുണ്ടാക്കാൻ കേരളമാകെ മറ്റു ജില്ലകളിലും ഓടിക്കുന്നു. ഇത് എന്ത് മര്യാദയാണ്? തലസ്ഥാന നഗരിയിലെ പൊല്യൂഷൻ കുറയ്ക്കാൻ വാങ്ങി KSRTCക്ക് ഫ്രീ ആയി തന്നെ 113 ഇലക്ട്രിക് ബസ് തലസ്ഥാനത്ത് തന്നെ ഓടിക്കണം. മറ്റു ജില്ലകളിൽ കൊണ്ടുപോയത് ഉടൻ മടക്കി വിളിക്കണം. ഓർക്കുക, ഇത്തരത്തിലൊരു നിർദ്ദേശം ചങ്ക് വിരിച്ച് പറയണമെങ്കിൽ അതിനൊരു BJP മേയർ തന്നെ വേണം. അഡ്ജസ്റ്റ്മെന്റ് സീറോ, ഒത്തുപോക്ക് സീറോ, ഒരു നീക്കുപോക്കും ഇല്ല. ഇതായിരിക്കണം തദ്ദേശം ഭരിക്കുന്നവർ. സംസ്ഥാന സർക്കാരിന്റെ മന്ത്രിമാരുടെ ചെരുപ്പിന്റെ വാറഴിക്കുന്നവരാണ് ഇന്ന് പല തദ്ദേശ ഭരണാധികാരികളും. എന്നാൽ തലസ്ഥാന മേയർ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ നയം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ ബസ്സുകളുടെ വിന്യാസവും കരാർ ലംഘനവും കുറഞ്ഞ നിരക്കിൽ നഗരവാസികൾക്ക് യാത്ര ഒരുക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ ബസ്സുകൾ നൽകിയത്. എങ്കിലും KSRTC കരാർ ലംഘിച്ചു. ഇത് മറ്റു ജില്ലകളിലേക്ക് മാറ്റിയെന്നും മേയർ കുറ്റപ്പെടുത്തി. പല ബസ്സുകളും കൃത്യമായ അറ്റകുറ്റപ്പണിയില്ലാതെ നശിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഈ ബസ്സുകൾ തിരിച്ചുപിടിക്കുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നഗരസഭയിൽ നടപ്പിലാക്കുന്ന പ്രധാന പരിഷ്കാരങ്ങൾ അഴിമതി തടയുന്നതിനും സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുമായി നഗരസഭയിലെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റുമെന്നും അദ്ദേഹം അറിയിച്ചു. വളരെ നല്ല ഒരു തീരുമാനമാണ് കോർപ്പറേഷൻ മേയർ വി രാജേഷ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഒരുപാട് മാറ്റങ്ങൾ തിരുവനന്തപുരത്തിന് വരുത്താനുണ്ട്. ആ മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന ഉറപ്പ് അദ്ദേഹം നൽകിയിരുന്നു. അത് ഓരോന്നായി അദ്ദേഹം നടത്തുകയാണ്. തിരുവനന്തപുരം മാറേണ്ടതായിട്ടുണ്ട്. ലോകോത്തര നിലവാരത്തിലുള്ള ഒരു നഗരമായിട്ടും അതുപോലെ തന്നെ രാജ്യത്തെ ഏറ്റവും നല്ല നഗരങ്ങളുടെ പട്ടികയിലേക്കും തിരുവനന്തപുരം ഉയരണം എന്നുണ്ട്. എങ്കിൽ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ തിരുവനന്തപുരത്തിന് വരണം. കോർപ്പറേഷൻ ഫണ്ട് എന്ന് പറയുന്നത് അത് ജനങ്ങളുടെ നന്മയ്ക്കായി, ജനങ്ങളുടെ സൗകര്യങ്ങൾക്കായി, അവരുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കേണ്ടതാണ്. അത് നല്ല രീതിയിൽ വിനിയോഗിക്കും എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുമെന്നും അദ്ദേഹം വാക്ക് നൽകിയിട്ടുണ്ട്. ആ വാക്കുകൾ അദ്ദേഹം പാലിക്കുന്നതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരു സർക്കാരിന് മുന്നിലും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിന് മുന്നിലും തലകുനിച്ച് നിൽക്കാത്ത ഒരു ഭരണാധികാരിയെ തന്നെയാണ് ഒരു കോർപ്പറേഷൻ ആയാലും ഒരു സർക്കാർ സംവിധാനത്തിലായാലും ആവശ്യമുള്ളത്. അങ്ങനെ വരുമ്പോൾ മാത്രമേ അവർ ജനപ്രതിനിധി എന്ന പേരിന് ഏത് അർത്ഥത്തിലും അർഹരാവുകയുള്ളൂ. എന്തുകൊണ്ടും വി രാജേഷ് എന്ന കോർപ്പറേഷൻ മേയർ ഒരു നല്ല ജനപ്രതിനിധി എന്ന നിലയിലേക്ക് അദ്ദേഹം എടുക്കുന്ന ഓരോ തീരുമാനത്തിലൂടെയും ഉയരുകയാണ്. നഗരസഭാ വാഹനങ്ങൾ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് നിർത്തലാക്കും. ഉപയോഗശൂന്യമായി കിടക്കുന്ന വാഹനങ്ങളുടെ കാര്യത്തിൽ വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരം തീരുമാനമെടുക്കും. കാലഹരണപ്പെട്ട വാടക നിരക്കുകൾ പുതുക്കി നിശ്ചയിക്കും. നികുതി പിരിവ് ഊർജിതമാക്കി നഗരസഭയുടെ സാമ്പത്തിക സ്രോതസ് ശക്തിപ്പെടുത്തും. രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരമായ ഇൻഡോറിന്റെ മാതൃകയിൽ തിരുവനന്തപുരത്തും മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ പരിഷ്കരിക്കും. വയോമിത്രം പദ്ധതി എല്ലാ വാർഡുകളിലേക്കും വ്യാപിപ്പിക്കും. തെരുവ് കച്ചവടക്കാർക്കായി കേന്ദ്ര സഹായം ലഭ്യമാക്കും. തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുന്നതിനായി കൂടുതൽ ഷെൽട്ടറുകൾ നിർമ്മിക്കും. ന്യൂസ് ഡെസ്ക്.